ഇപ്രാവശ്യം ഞങ്ങൾ ഹജ്ജ് യാത്ര ഉദ്ദേശിച്ച് ആ തിരക്ക് പെട്ടതുകൊണ്ടാണ് ഞാനും മക്കളൊക്കെ പോവാറുണ്ട്. മക്കളൊക്കെ ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ളത്. 2 പേര് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്തായാലും ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണോ? അതുകൊണ്ടാണ് ഞാൻ യാത്രയിൽ നിന്ന് മാറിയത്. അല്ല സ്ഥിരം എല്ലാ വർഷവും പോണത്. കുട്ടികളെ കൂട്ടി പോകുന്ന ഒരാളാണ് ഞാൻ. ഇവരൊക്കെ ടീച്ചറൊക്കെ എല്ലാ വർഷവും പോയിരുന്നത് തന്നെയാണ്. എല്ലാ വർഷവും ഇതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും യാത്ര പോകുന്നതല്ലേ? ആ, പോവാറുണ്ട്. കേശവലൊരു സ്റ്റാഫ് ടൂറും പോവാറുണ്ട്. ഈ വർഷം ഈ വർഷം യാത്ര പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതല്ലാതെ ഈ വർഷം നമ്മൾ ഇല്ല പോയിട്ടില്ല. അത് കുട്ടികളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും LP കുട്ടികളാണെങ്കിലും കുട്ടികളെ കൂട്ടി ഊട്ടിയിൽ ഒരു കേടുപാടില്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും LP കുട്ടികളെ ഊട്ടിക്കൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷെ ഞങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ കുട്ടികൾ ഒരു പരാതിക്കൊരു ഇതിന് ഇടയില്ലാതെ കുട്ടികളെ ഞങ്ങൾ ഒരു കേടില്ലാതെ ഊട്ടി കൊണ്ടുപോയി വന്ന ടീച്ചർമാരാണ് ഞങ്ങൾ. പക്ഷെ വിധി വല്ലാത്ത ഇതായിപ്പോയി. 7 സ്ഥിര അധ്യാപകരാണ് അവിടെ. 6. പിന്നെ ഗോപാലേട്ടൻ PTCM 7 ആള് മൊത്തം അല്ലേ? 2 താൽക്കാലിക ടീച്ചേഴ്സ്. അത് സ്റ്റാഫ് മൊത്തം ഉണ്ട്, ഞങ്ങളല്ലാത്തവരൊക്കെ ഉണ്ട്. അജിത ടീച്ചർ HM, പിന്നെ ആശ ടീച്ചർ, സൂറ ടീച്ചറും മോനും ഇഷാം എന്ന് പറഞ്ഞാൽ കുട്ടിപ്പോൾ 9ാം ക്ലാസ്സിലേക്കായിരിക്കും. പിന്നെ റംല ടീച്ചർ, പിന്നെ മജീദ് മാഷും ഭാര്യ റുക്കിയും, പിന്നെ നൗഷാദ് ഞങ്ങളെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ്. പിന്നെ ഗവൺമെൻറ് UP സ്കൂളത്തെ ടീച്ചർ ഷക്കീല ടീച്ചർ, പിന്നെ ടീച്ചറുടെ മോള് ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ ഞങ്ങളെ സാജിദ അറിയും, കുക്ക് ടീച്ചർ. അതും ഞങ്ങളെ കൂടെ നല്ലൊരു കുടുംബം പോലെ കഴിഞ്ഞൊരു സ്കൂളാണിത്. സാജിയുടെ മോന് ഷാഹിദിന്. ഈ കുട്ടികൾ 3 നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഈ പോയ ടീച്ചർ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ടീച്ചറെ മോള് ഇവിടെ പഠിച്ചതുമാണ്. അപ്പം ഞങ്ങൾ ആ കമ്പനി അല്ല ടീച്ചർ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ പോകുന്നതാണ്. മസ്നീന്. രാവിലെയാണ് പോയത് ഇവിടുന്ന്. രാവിലെ 4:56 എനിക്ക് ബസ്സിൽ നിന്ന് ഒരു വീഡിയോ വിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ മുഖമൊന്നും കാണില്ല. ട്രാവലറിൻ്റെ ഉള്ളിൽ വീഡിയോ വിട്ട് തന്നിട്ടുണ്ട്. ഈ പരിസരത്ത് നിന്ന് തന്നെ പോയത്. ട്രാവലറിലാണ്. ഇവിടെ തന്നെ ആയിരിക്കും. ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ടീച്ചറാണ് അവർക്കുള്ള ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതെ, എന്നെ മടങ്ങാതിരിക്കുന്നായിരുന്നു. അവർ പിന്നെ ഫുൾ പ്ലാനിങ് ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അവർ അതിനായിട്ട് വേറെ ഗ്രൂപ്പും ഉണ്ടാക്കി. ആതിരപ്പള്ളിയിൽ നിന്ന് ഫോട്ടോ വന്നു. പോയിട്ടുണ്ട്. പിന്നെയാണ് അവിടെ നിന്നാണ് ഒരു വാൾപ്പാറ അങ്ങോട്ട് മലക്കപ്പാറ പോകുന്ന പറഞ്ഞിരുന്നത്. വണ്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. മലക്കപ്പാറ വാൾപ്പാറ അതിരപ്പള്ളിന്ന് ഒരു വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. 3:56 ഞങ്ങൾ സ്റ്റാഫ് ഗ്രൂപ്പിൽ HMന്റെ ഒരു സിംഗിൾ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3:56. അപ്പൊ ഇതിന് സംഭവം നടക്കുന്ന തൊട്ട് മുന്നേ ടീച്ചർ ബസ്സിൽ ഇരുന്ന് സെൻഡ് ചെയ്തതാവും ആ ഫോട്ടോ. അതിന് ശേഷമാണ് പിന്നെ വിളി. നമുക്ക് കുട്ടികളടക്കം 13 പേരാണ് ഉണ്ടായിരുന്നത്. 14 പേരുണ്ടാവും. ഡ്രൈവർ അടക്കല്ലേ? ഇത് എവിടുത്തെ വണ്ടിയാണ്? ഡ്രൈവർ ആരാണ്? അങ്ങനെ വല്ല വിളിക്കുന്ന വണ്ടിയാണ്? ചൂനൂരുള്ള ആളാണെന്നാ പറഞ്ഞത്. ഇത് എത്ര ആളുണ്ടാവും? അത് 14 പേരെന്നെ ഉള്ളൂ. ഞാൻ 1 2 3 4 5 6 7 8 9 10 11 12 ആളും പിന്നെ ഡ്രൈവർ. അപ്പൊ 13 അല്ലേ ഉണ്ടാവുന്നത്? അല്ല, നമ്മുടെ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറും ഉണ്ട്. അത് നമ്മളെ സ്റ്റാഫ് പോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ പോയൊരു പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അജിത ടീച്ചർ, റംല ടീച്ചർ, ആശ ടീച്ചർ, സുഹറ, സാജി, മജീദ് സാറ്, റുക്കിയ, നൗഷാദ് ഞങ്ങൾ ഡ്രൈവർ, ഷക്കീല UP സ്കൂളിലെ ടീച്ചർ, പിന്നെ അതുപോലെ ഹാഷിമ, ഷാദിന്, മസ്നീനും ഈ 3 കുട്ടികളും ഉണ്ട്. അങ്ങനെ 14 കുട്ടികളുണ്ട്. 14 ആളുണ്ട്. 14 പേരുണ്ടേ. മസ്നീനെ ഞാൻ അതിൽ എഴുതിയിട്ടില്ല. 12. ഇതൊന്ന് എണ്ണി പിന്നെ എടുക്കാം. ഇതൊന്ന് കറക്റ്റ് എണ്ണം കറക്റ്റ് ആക്കി.
2 ഡ്രൈവർമാർ വരും. സ്കൂൾ ഡ്രൈവേഴ്സിന് ഡ്രൈവറും ഉണ്ടാവും. അതൊന്നുകൂടി എണ്ണൂട്ട എണ്ണം അത് പിന്നെ എടുക്കാം. അംബിക ടീച്ചറാണ് അത് എണ്ണ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. യാത്രയിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞിട്ട് 12 ആളല്ലേ? പിന്നെ ഡ്രൈവറും 13 അല്ലേ വരിക? നിങ്ങളൊന്നുകൂടി എണ്ണി. എൻ്റെ പേര് മറ്റു പേര് റസീന. ഇത് കുട്ടികളുടെ പേര് ഇതിലുണ്ട്. നിങ്ങളെ എണ്ണ ഒന്ന് കറക്റ്റായിട്ട്. ഹലോ ടീച്ചറെ. ഡ്രൈവർ അടക്കം അല്ല നിങ്ങൾ ടീച്ചറാണ്. എന്റെ എണ്ണത്തിനും 13 തന്നെ വരാം. ഷഹദി. അത് ഞങ്ങളെ ഡ്രൈവറും പിന്നെ വാൻ ട്രാവലറിന്റെ ഡ്രൈവറും ഉണ്ടാവും. റസീന യശോദ. ഞങ്ങള് പോവാതെ ഞങ്ങൾ പോകലുണ്ട്. പക്ഷെ ഈ വർഷം ആ ടീച്ചർക്ക് ഒരു സുഖമില്ലാതായപ്പോ ഞാനും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാതിരുന്നതാണ്. പിന്നെ അല്ല സാജിദ ഷഹദിനാണ്. ഇതിന്റെ ശേഷമാണ് സൂറ ടീച്ചറും ആശ ടീച്ചറും ഒക്കെ വന്നത്. അവർക്ക് ട്രാൻസ്ഫർ ആയി വന്നതാണ് വേറെ സ്കൂളിൽ നിന്നും. ഞാനാണ് ഏറ്റവും ജൂനിയർ. അവന് വോയിസ് ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞ. പ്രധാന അധ്യാപിക അജിത ടീച്ചറല്ലേ? ആ ടീച്ചർ ഇപ്പൊ എത്രയായി? 2 വർഷമായിട്ടുണ്ട്. നമ്മുടെ ഒരു വർഷം കൂടെ ടീച്ചർ റിട്ടയർഡ് ആയ പോലെ. 1 വർഷമുള്ളൂ. പ്രധാന അധ്യാപികയുള്ള അജിത ടീച്ചർ 1 വർഷമുള്ള റിട്ടയർഡ്. 2 വർഷം ആകെ 3 വർഷത്തിന് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി 1 വർഷം കൂടി ഉള്ളു. കണ്ടിട്ടില്ല. നമ്മുടെ ഈ ചുറ്റുപാടുള്ള പ്രദേശവാസികളൊക്കെ തന്നെയാണ് ടീച്ചർമാര്. നമ്മളെ ഈ പാങ്ങ് ഉൾപ്പെടെയുള്ള മേഖല. അതിൽ ഒരു ടീച്ചർ കൊളത്തൂരുന്നുണ്ട്. ബാക്കി എല്ലാവരും പാലൂര്. ബാക്കി ഒരു ടീച്ചർ കൊളത്തൂരും. ബാക്കിയുള്ളവരൊക്കെ പാങ്ങിലുള്ളവർ തന്നെയാണ്. ഇത് ഈ അധ്യാപകരെല്ലാം കൂടെ എല്ലാ വർഷവും പോകുന്നതാണോ? അങ്ങനെ പോവാറുണ്ട്. വണ്ടി സ്ഥിരം വിളിക്കുന്ന വണ്ടിയാണോ? വണ്ടി ഏതാ? അല്ല നമ്മള് വണ്ടിയാണ്. ഇത് നമ്മൾ വിളിക്കാത്ത കാണാത്ത വണ്ടിയാണിത്. കാണാത്ത വണ്ടിയാണ്. നമ്മള് നല്ല സൗഹൃദത്തിലായിരുന്നു അല്ലേ? ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന സ്കൂളാണിത്. എല്ലാത്തിനും നഷ്ടമായില്ലേ? ഇത്തിരി സമയം സംസാരിക്കാം. അതുകൊണ്ട് ഇങ്ങോട്ട് വരാതെ തന്നെ ഇരുന്നത്. നമുക്കത് ഉൾക്കൊള്ളാൻ ഇതുണ്ടായിരുന്നില്ല. ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്നൊരു ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഫോട്ടോയിൽ കുട്ടികളൊന്നും ഇല്ലാത്ത ഫോട്ടോ. ഈ ഇടയ്ക്ക് അവിടുന്ന് ഫോട്ടോകളൊക്കെ അയച്ചിരുന്നു. അറിയിച്ചിരുന്നു. ലാസ്റ്റ് 56 ടീച്ചർ സിംഗിൾ ഫോട്ടോ സ്റ്റാഫ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ആ ഉടനെ തന്നെ ആയിരിക്കും സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. ഞങ്ങള് അതുകൊണ്ടാണ് പോകാതിരുന്നത്. ലാസ്റ്റ് ഗ്രൂപ്പിലിട്ട ഫോട്ടോ 356. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.